എനിക്കിതാ തരാൻ. എനിക്ക് വേണം. നിങ്ങള് എനിക്കിത് തരണം. അയ്യോ ചേച്ചി, ഇത് തൃശ്ശൂരല്ല, എന്റെ തലമുടിയാ. പിടിവിട്. ഉറക്കത്തിന്റെ ഇടയ്ക്കാണ് കുഞ്ഞാറ്റയുടെ മുടി പിടിച്ചു വലിച്ച് അമ്മു പിച്ചും പേയും പറഞ്ഞത്. എന്താ എന്താ അമ്മു? ബഹളം കേട്ട് എല്ലാവരും അവരുടെ മുറിയിലേക്കൂടി വന്നു. ഈ ചേച്ചി എന്റെ മുടിയിൽ പിടിച്ചു വലിച്ചു. എന്നിട്ട് എന്റെയാന്ന് ഒരു പറച്ചിലും. അപ്പോഴും വേദന മാറാത്ത തലയൊന്ന് തിരുമ്മി. കുഞ്ഞാറ്റ പരാതി പറഞ്ഞു. എന്താ പറ്റിയ അച്ഛന്റെ കുട്ടിക്ക്? അയാള് അവളുടെ അടുത്ത് ചെന്ന് വിയർപ്പ് നിറഞ്ഞ മുഖം തുടച്ചു കൊടുത്തു. ഞാനൊരു സ്വപ്നം കണ്ടതാ അച്ഛേ. ആരോ എന്റെ കയ്യിൽ നിന്ന് എന്തോ തട്ടിപ്പറിച്ചു കൊണ്ടോടുവാ. അയാളുടെ പിന്നാലെ ഞാനും കുറെ ഓട്ടി. എന്നിട്ടും അയാളെ എനിക്കത് തന്നില്ല. അവളുടെ കണ്ണ് നിറഞ്ഞു വന്നതും ദാസ് വല്ലാത്ത പരിഭ്രമത്തോടെ അവളെ ചേർത്ത് പിടിച്ചു. അതൊരു സ്വപ്നമല്ലേ കണ്ണ? അതിനാണോ എന്റെ കുട്ടി ഇങ്ങനെ കണ്ണും നിറച്ചിരിക്കുന്നത്? പക്ഷേ അത് ശരിക്കും നടന്നതുപോലെ തോന്നുക. തല വല്ലാതെ വേദനിക്കുന്നു. അമ്മ കുടിക്കാൻ പാലുകൊണ്ട് തന്നില്ലേ മോൾക്ക്? തന്നു, പക്ഷെ ഞാൻ കുടിച്ചില്ല. എനിക്കെന്തോ വിശപ്പ് തോന്നിയില്ല. മോള് ഇന്ന് അച്ഛന്റെയും അമ്മയുടെയും കൂടെ വന്ന് കിടന്നു. അപ്പോ പിന്നെ ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊന്നും കാണില്ല. വേണ്ട, ഇപ്പൊ എനിക്ക് പേടിയൊന്നുമില്ല. നിങ്ങള് പോയി കിടന്നു. ഞാൻ കുഞ്ഞാറ്റയുടെ കൂടെ ഇവിടെ കിടന്നോളാം. ഉറപ്പാണോ? അച്ഛൻ സമാധാനമായി പോയി ഉറങ്ങിക്കോ. ശരി, രണ്ടാളും നാമം ജപിച്ചിട്ട് കിടക്ക്. ബാലൻ എന്തോ പറയാൻ വന്നതും ദാസരുതെന്ന് കാണിച്ചു. അയാള് തിരികെ മുറിയിലേക്ക് പോയി. ദാസേട്ടാ, എന്താടോ? അമ്മുവിന് അവൾക്ക് എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ? നോക്ക്, താൻ ഇനി വെറുതെ ഓരോന്ന് ചിന്തിച്ച് കൂട്ടാൻ നിൽക്കണ്ട. അവൾക്കൊരു പ്രശ്നവുമില്ല, മനസ്സിലായില്ലേ? അമ്മുവിനെ നമുക്ക് നഷ്ടമാകുമോ ദാസേട്ടാ? എനിക്ക് ആകെ പേടിയാകുന്നു. താൻ എന്തൊക്കെയായി പറയുന്നത്? അവൾക്ക് ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ആ മെഡിസിൻ കഴിക്കാതെ പോയതിന്റെയാ. അതാ ഉറക്കത്തിൽ ഇങ്ങനെയൊക്കെ. പേടിക്കാതെ കിടക്കാൻ നോക്ക്. അവരോട് അങ്ങനെ പറഞ്ഞെങ്കിലും ആ രാത്രി ഒരു പോള കണ്ണ് അടയ്ക്കാതെയാണ് അയാൾ തള്ളി നീക്കിയത്. വാടോ, തന്നെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. നിന്റെ ഭാര്യ എവിടെ പ്രഭാകര? ഇവിടെ കണ്ടില്ലല്ലോ. നിന്റെ ഇളയ മകന്റെ ആദ്യത്തെ ബർത്ത്ഡേക്ക് വന്നപ്പോൾ കണ്ടതാ. വർഷം എത്ര കഴിഞ്ഞുപോയി. അവളില്ലടാ. 5 കൊല്ലമായി ഈ ഏകാന്ത ജീവിതം. അതിന്റെ ഇടയിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാൻ മക്കള് ഉപദേശിച്ചു തന്ന ബുദ്ധിയായത്. അവന്മാരെ എല്ലാം ചെയ്തു വെച്ചിട്ട് അച്ഛൻ നാളെ മുതൽക്ക് ഓഫീസിൽ പോയി ഇരുന്നോ എന്നൊരു ഡയലോഗും ഞാൻ അറിഞ്ഞിരുന്നില്ല. സോറി. അത് വിട്. തനിക്കൊരു മകൻ കൂടി ഉണ്ടായിരുന്നില്ലേ? അവൻ ഇപ്പൊ എവിടെയാ? ഇല്ലടാ, എനിക്ക് ഒരു മകള് മാത്രമേ ഉള്ളൂ. ദാസ് ഒന്ന് പരിങ്ങി പറഞ്ഞു. ഊവോ, എങ്കിൽ എനിക്ക് തെറ്റിയതാവാം. പ്രായമാവുകയല്ലേ? അല്ല, നിന്റെ മക്കൾ എവിടെ? ഇപ്പൊ എത്തും. മൂത്ത ആൾക്ക് ഒരു വിവാഹ ആലോചന. എല്ലാം ഏകദേശം ആയിരിക്കാം. ഇന്ന് ആ പെൺകുട്ടിയുടെ വീട്ടിൽ എന്തോ പൂജയുണ്ട്. അതിന് തനിച്ചു പോകാൻ വയ്യെന്ന് പറഞ്ഞ് രാവിലെ തന്നെ അനിയനെ പൊക്കിയെടുത്തുകൊണ്ട് പോയതാ. മക്കൾക്കൊക്കെ കല്യാണപ്രായമായി. ദാ വന്നല്ലോ. പുറത്ത് കാറ് വന്നു നിന്നതും പ്രഭാകർ ചിരിയോടെ പറഞ്ഞു.